ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ധ്രുവ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ദൂസര പാർട്ട് ദോ ഗുരയ്യ, രണ്ട് കുരുവികളെ കുറിച്ചുള്ള പാഠമായിരുന്നു. ഇതിനു മുമ്പുള്ള പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. അത് കാണാനായിട്ട് ജിബീസ് ക്ലാസ്സസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അടുത്ത പേജ് അതിൽ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പ്ലേലിസ്റ്റുകളും ഓപ്പൺ ആവും. അതിൽ CBSE ക്ലാസ് 8 ഹിന്ദി എന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും, ഹിന്ദിയുടെ എല്ലാ വീഡിയോസും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിതാജി लाठी उठाए, पर्दे के डंडे की और लपके. അപ്പോൾ പിതാജി അച്ഛൻ ഒരു വടിയെടുത്തിട്ട് പർദ്ദയ്ക്ക് ഡണ്ടയ്ക്ക് ഓർ ലബ്ക്കെ, പർദ്ദയിൽ കർട്ടൻ്റെ ഈ കോലിൽ, കർട്ടൻ്റെ ആ ഒരു ഡണ്ടയിൽ, ഡണ്ട എന്ന് പറഞ്ഞാൽ ഒരു കോല്, ഈ കർട്ടൻ തൂക്കിയിടുന്ന ആ കോല്, അതിൽ ഇരിക്കുന്ന കുരുവിയെ ഓടിക്കാനായിട്ട് അങ്ങോട്ട് വടിയെടുത്ത് വീശി. ഏക് ഗുറയ്യ ഉഡ്കർ കിച്ചൻ കെ ദർവാജെ പർ ജാ ബൈഠി. ഒരു കുരുവി പറന്ന് കിച്ചൻ്റെ വാതിലിൽ പോയിരുന്നു. ദൂസരി സീഡിയോ വാലെ ദർവാജെ പർ ബൈഠ് ഗയി. അപ്പോൾ രണ്ടാമത്തെ കുരുവി എന്ന് പറയുന്നത് അത് സ്റ്റെപ്സ് പോകുന്ന അവിടെയുള്ള വാതിലിൽ പോയിരുന്നു. മാഫിർ ഹസ്ദി, അമ്മ പിന്നെയും ചിരിച്ചു. तुम तो बड़े समझदार हो जी, सभी दरवाजे खुले हैं और तुम गुरैयों को बाहर निकाल रहे हो. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ആളാണല്ലോ. സബി ദർവാജെ ഖുലേ ഹെ, എല്ലാ വാതിലുകളും തുറന്നു വെച്ചിട്ടാണോ നിങ്ങൾ ഈ കിളികളെ, ഈ ഗുരയ്യകളെ പുറത്താക്കാൻ നോക്കുന്നത്? ഏക് ദർവാജ ഖുല ഛോടോ, ഒരു വാതിൽ മാത്രം തുറന്നു വയ്ക്കൂ. ബാക്കി ദർവാജെ ബന്ദ് കർദോ, മറ്റുള്ള വാതിലുകൾ അടയ്ക്കൂ. തബി യെ നിക്ലേങ്കി, അപ്പോൾ എന്നാലേ ഈ കുരുവികൾ ഇറങ്ങിപ്പോവുകയുള്ളൂ. अब पिताजी ने मुझे छिड़कर कहा, तू खड़ा क्यों क्या देख रहा है, जा दोनों दरवाजे बंद कर दो. അപ്പോൾ അച്ഛൻ എന്നെ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, തൂ ഖടാ ക്യാ ദേഖ് രഹാ ഹൈ, നീ നിന്ന് എന്താ നോക്കുന്നത്? ജാ പോയി ദോനോ ദർവാജെ ബന്ദ് കർ ദോ, ആ രണ്ട് വാതിലുകളും അടയ്ക്കൂ. മേനെ ഭാഗ് കർ ദോനോ ദർവാജെ ബന്ദ് കർ ദിയെ, ഞാൻ ഓടിപ്പോയി രണ്ട് വാതിലുകളും അടച്ചു. കേവൽ കിച്ചൻ വാല ദർവാജ ഖുലാ രഹാ, കിച്ചണിലെ വാതിൽ മാത്രം തുറന്നു വെച്ചു, ബാക്കിയുള്ള വാതിലുകളെല്ലാം അടച്ചു. പിതാജിനെ ഫിർ ലാഠി ഉഠായി, പിന്നെ വീണ്ടും അച്ഛൻ ആ കോല് എടുത്തു. ഓർ ഗുരയ്യെ പർ ഹംല ബോൽ ദിയ, ഗുരയ്യ കിളികളെ അടിക്കാനായിട്ട് അവരുടെ നേരെ വീശി. ഏക് ബാർ തോ ഝൂൽത്തി ലാഠി മാ കെ സിർ പർ ലഗ്തെ ലഗ്തെ ബച്ചി. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വീശിയപ്പോൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. അമ്മയുടെ തലയിൽ കൊള്ളേണ്ടതായിരുന്നു, അങ്ങനെ കൊണ്ടില്ല, രക്ഷപ്പെട്ടു. ചീച്ചി കർത്തി ചിടിയ അബ് ഏക് ജഗ തോ കഭി ദൂസരി ജഗ ജാ ബൈഠത്തി. ഈ ചീച്ചി എന്ന് പറഞ്ഞ് ഈ കുരുവികൾ, ഈ പക്ഷികൾ ഒരു കുറച്ച് സമയം ഒരു സ്ഥലത്തിരിക്കും, അത് അവിടെ നിന്ന് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് മാറിയിരിക്കും, അങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഖിർ ദോനോ കിച്ചൻ കി ഓർ ഖുൽനെ വാലെ ദർവാജെ മേസെ ബാഹർ നിക്കൽ ഗെ. അപ്പോൾ കിച്ചൻ്റെ അവിടത്തെയുള്ള വാതിലിലൂടെ രണ്ടുപേരും പുറത്തോട്ട് പറന്നുപോയി. മാ താലിയം ബജാനെ ലഗി, അമ്മ കൈകൊട്ടാൻ തുടങ്ങി. പിതാജീനെ ലാഠി ദീവാർ കെ സാത്ത് ടിറ്റാക്കർ റഗ്ദി. അപ്പോൾ ആ കുരുവികൾ ഇറങ്ങിപ്പോയപ്പോൾ അച്ഛൻ ആ കോല് ഈ ദിവാർ കെ സാത്ത്, അതായത് ചുമരിൽ ചാരി വെച്ചു. ഓർ
ഛാത്തി ഫൈലാതെ കുർസി പർ ആ ബൈഠെ. എന്നിട്ട് ഛാത്തി ഫൈല എന്ന് പറഞ്ഞാൽ നെഞ്ച് വിരിച്ചുകൊണ്ട് കുർസി എന്ന് പറഞ്ഞാൽ ചെയറിൽ വന്നിരുന്നു. ആജ് ദർവാജെ ബന്ദ് രഖോ ഉന്നോനെ ഹുക്കും ദിയ. ഹുക്കും എന്ന് പറഞ്ഞാൽ ഓർഡർ ഇട്ടു. ഇന്ന് മൊത്തം വാതിലുകൾ അടഞ്ഞിരിക്കട്ടെ. ഏക് ദിൻ അന്തർ നെഹി ഘുസ് പായേഗി തോ ഘർ ഛോട് ദേഗി. അപ്പോൾ ഒരു ദിവസം വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ അവർ ആ കുരുവികൾ നമ്മുടെ വീട് വിട്ട് വേറെ എവിടെയെങ്കിലും പോവും. തബി പങ്കിക്ക് ഊപ്പർ സെ ചീച്ചി ആവാസ് സുനായി പടി. അപ്പോഴാണ് ഈ ഫാനിൻ്റെ മുകളിൽ നിന്ന് ചീച്ചി എന്ന ഈ പക്ഷികളുടെ സൗണ്ട് കേൾക്കുന്നു. ഓർമ്മ ഖിൽഖിലാക്കർ ഹസ്തി. അപ്പോൾ അമ്മ ചിരി വന്നു, പൊട്ടിച്ചിരിച്ചു. മേനെ സിർ ഉഠാക്കർ ഊപ്പർ കി ഓർ ദേഖ. ഞാൻ മുകളിലോട്ട് നോക്കി. ദോനോ ഗുറയ്യ ഫിർസെ അപ്നി ഘോസലമേ മൗജൂദ് തി. രണ്ട് കുരുവികളും പിന്നെയും അവരുടെ ഘോസല അല്ലെങ്കിൽ അവരുടെ കൂട്ടിൽ പിന്നെയും വന്നിരിക്കുന്നു. ദർവാജയ്ക്ക് നീച്ചെ സെ ആ ഗയി ഹെ മാ ബോലി. അമ്മ പറഞ്ഞു അവർ ആ ഡോറിൻ്റെ അടിയിലൂടെയുള്ള ഗ്യാപ്പിലൂടെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. മേനെ ദർവാജയ്ക്ക് നീച്ചെ ദേഖ. ദർവാജേൻ്റെ ആ വാതിലിൻ്റെ അടിയിൽ നോക്കി. സച്ച്മുച്ച് ദർവാജയ്ക്ക് നീച്ചെ തോടി ജഗ ഖാലി തി. അപ്പം കുറച്ച് വഴി അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ വാതിലിൻ്റെ താഴെ. പിതാജിക്കോ ഫിർ ഗുസ്സ ആ ഗയ. പിന്നെയും അച്ഛന് ദേഷ്യം വന്നു. മാ മദത്തോ കർത്തി നഹി തി ബേട്ടി ഹസെ ജാ രഹി തി. അമ്മ സഹായിക്കുന്നില്ല, പക്ഷെ ഇരുന്ന് ചിരിക്കുകയാണ്. അബ് തോ പിതാജി ഗുരയെ പർ പിൽപ്പടെ. ഈ കുരുവികളുടെ എങ്ങനെയെങ്കിലും ഈ കുരുവികളെ പുറത്താക്കണമെന്ന് ചാട്ടിൻ ചെയ്തു. ഉन्होंने दरवाज़ों के नीचे कपड़े ठूस दिए ताकि कहीं कोई ഛേദ് ബച്ചാ നഹി രഹ ജായേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അച്ഛൻ ഈ വാതിലിൻ്റെ താഴെ കപ്പടെ ഠൂസ് ദിയെ. കപ്പടെ എന്ന് പറഞ്ഞാൽ തുണി വെച്ച് തിരികെ വെച്ചു. താക്കി കഹി കോയി ഛേദ് ബച്ചാ നഹി രഹ ജായേ. ഒരു ഓട്ടകളൊന്നും ഇല്ലാതിരിക്കാനും ആ ഓട്ടയിലൂടെ ഈ പക്ഷികൾ ഉള്ളിൽ കയറാതിരിക്കാനും വേണ്ടി അവിടെ അടച്ചു. ഓർ ഫിർ ലാഠി ഝുലാത്തെ ഹുയേ ഉൻ പർ ടൂട്ട് പടേ. അതായത് ഈ കോല് വീശി അതിൻ്റെ പുറകെ അവരെ ഓടിക്കാൻ തുടങ്ങി. ചിടിയ ചീച്ചി കർത്തി ഫിർ ബാഹർ നിക്കൽകെ. അങ്ങനെ ചീച്ചി എന്ന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ പക്ഷികൾ ഈ കുരുവികൾ പിന്നെയും പുറത്തിറങ്ങിപ്പോയി, വീടിന് പുറത്തിറങ്ങി. പർ തോടി ഹി ദേർ ബാദ് വേ ഫിർ കമരമേ മൗജൂദ് തി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും വീടിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. അബ് കി ബാർ വേ റേഷൻ ദാൻ മേസെ ആ ഗയി തി. റേഷൻ ദാൻ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിൽ വെളിച്ചവും കാറ്റൊക്കെ കടക്കാൻ വേണ്ടി ചെറിയ ഗ്യാപ്പ് ഇടുന്ന അതിലൂടെ ആണ് ഇവർ ഈ പ്രാവശ്യം ഉള്ളിൽ കയറിയത്. ജിസ്ക ഏക് ശീശ ടൂട്ടാ ഹുവാ ഥ. അതിൻ്റെ ഒരു ചില്ല് പൊട്ടിയിരിക്കുന്നതായിരുന്നു, അതിൽ കൂടെയാണ് അപ്പോൾ അവർ കയറി വന്നത്. ദേഖോ ജി ചിടിയാ കോ മത് നിക്കാലോ മാനെ അബ് കി ബാർ ഗംഭീർതാ സെ കഹ. കുറച്ച് സീരിയസ് ആയിട്ട് അമ്മ പറഞ്ഞു, ദേഖോ ജി നോക്കൂ, ഇനി ഈ പക്ഷികളെ നിങ്ങൾ പുറത്താക്കരുത്. അബ് തോനോനെ അണ്ടേ ബി ദേ ദിയെ ഹോങ്കെ. അണ്ടെന്ന് പറഞ്ഞാൽ മുട്ടയിട്ട് കാണും. അബ് യഹാസെ നഹി ജായേഗി. ഇവിടെ വിട്ട് അവരിനി പോകാൻ പോകുന്നില്ല. ക്യാ മത്ലബ്? അതിൻ്റെ അർത്ഥം എന്താണ്? മേ കാലീൻ ബർബാദ് करवा लूँ पिताजी बोले और कुर्सी पर ചടുക്കർ റേഷൻ ദാൻ മേ കപ്പട ഠൂസ് ദിയ. അപ്പോൾ ഇനി ഞാൻ ഈ നിലമൊക്കെ വൃത്തികേടാക്കാൻ ആണോ നിൽക്കുന്നത്? പിതാജി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കുർസി പർ ചടുക്കർ, കുർസി എന്ന് പറഞ്ഞാൽ ചെയറിൻ്റെ മുകളിൽ കയറി റോഷൻ ദാൻ മേ കപ്പട ഠൂസ് ദിയ. റോഷൻ ദാൻ എന്ന് പറഞ്ഞാൽ ആ പൊട്ടിയ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവർ കയറി വന്നത്. അപ്പോൾ അവിടെയും എന്ത് ചെയ്തു? വസ്ത്രം അല്ലെങ്കിൽ തുണി വെച്ച് അടച്ചു. ഓർ ഫിർ ലാഠി ചുലാക്കർ, അതായത് വടി വീശിക്കൊണ്ട് ഏക് ബാർ ഫിർ ചിടിയോക്കോ
ഖതേड़ ദിയ. ഖതേड़ എന്ന് പറഞ്ഞാൽ ഓടിച്ചു. ദോനോ പിछले ആംഗൻ കി ദീവാർ പർ ജാ ബൈഠി. അപ്പോൾ രണ്ടുപേരും പുറകിലുള്ള മുറ്റത്തുള്ള ആ ചുമരിൽ പോയി ഇരുന്നു. ഇതനെ മേ രാത് പടുകെ. അപ്പോഴേക്കും രാത്രിയായി. ഹം ഖാന ഖാക്കർ ഊപ്പർ ജാക്കർ സോഗെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മുകളിൽ പോയി ഉറങ്ങി. ജാനെ സെ പഹലെ മേനെ ആംഗൻ മേ ജാക്കർ ദേഖ. ഞാൻ ആ മുറ്റത്തോട്ട് എത്തി നോക്കി. ചിടിയ വഹാ പർ നഹി ഥി. പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നില്ല. മേനെ സമജ് ലിയ കി ഉന്നെ അക്കൽ ആ ഗയി ഹോഗി. എനിക്ക് തോന്നി അവർക്ക് ബുദ്ധി വന്നിട്ടുണ്ടാവും. അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി വന്നിട്ടുണ്ടാവും. അപ്പനി ഹാർ മാൻകർ, തോറ്റുകൊണ്ട് കിസി ദൂസരി ജഗ ചലി ഗയി ഹോഗി. അപ്പോൾ തോൽവി സംബന്ധിച്ച് ആ പക്ഷികൾ, ആ കുരുവികൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാണുമെന്ന് എനിക്ക് തോന്നി. ദൂസരേ ദിൻ ഇത്വാർ ഥ. രണ്ടാമത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. ജബ് ഹം ലോഗ് നീച്ചെ ഉത്തർ കറായെ. മുകളിൽ പോയാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് താഴെ വന്നപ്പോഴേക്കും തോ ഫിർ സെ മൗജൂദ് ഥി. അവർ ആ പക്ഷികൾ അവിടെ പിന്നെ ഉണ്ടായിരുന്നു. ഓർ മജേ സെ ബൈഠി മൽഹാർ ഗാ രഹി ഥി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടുകയാണ്. പിതാജീനെ ഫിർ ലാഠി ഉഠാലി. പിന്നെയും അച്ഛൻ എന്ത് ചെയ്തു? ഒരു വടിയെടുത്തു. ഉസ് ദിൻ ഉനെ ഗുറയ്യാക്കോ ബാഹർ നിക്കാൽനെ മേ ബഹുത് ദേർ നഹി ലഗി. അപ്പോൾ ആ കുരുവികളെ പുറത്താക്കാൻ അന്ന് അധികം നേരം വേണ്ടി വന്നില്ല. അച്ഛൻ പെട്ടെന്ന് തന്നെ കുരുവികളെ പുറത്താക്കി. അബ് തോ റോസ് യഹി കുച്ച് ഹോനെ ലഗ. അപ്പോൾ ദിവസവും ഇങ്ങനെ തന്നെ ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ദിൻമേ തോ വേ ബാഹർ നിക്കാൽ ദി ജാത്തി. അതായത് ദിൻ എന്ന് പറഞ്ഞാൽ ഈ ഡേ ടൈമിൽ അവരെ പുറത്താക്കും. പകൽ സമയം അവരെ പുറത്താക്കും. पर रात के वक्त जब हम सो रहे होते तो न जाने किस रास्ते से वे अंदर घुस आते. അപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, ഏത് വഴി കൂടെയാണെന്നറിയില്ല, ഞങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവർ വീടിനകത്ത് കയറും. പിതാജി പരേഷാൻ ഹോ ഉഠേ. പിതാജിക്ക് അച്ഛന് ഒരുപാട് ദേഷ്യം തോന്നി. ആഖിർ കോയി കഹാ തക് ലാഠി ചുലാ സക്താ ഹെ. എത്ര പ്രാവശ്യം ഇവരെ വടി വെച്ച് ആട്ടി ഓടിക്കാൻ പറ്റും? പിതാജി ബാർ ബാർ കഹേ. പിന്നെയും പറയുന്നു, മേ ഹാർ മാനേ വാല ആദ്മി നഹി ഹൂം. പിതാജി എപ്പോഴും പറയും, അച്ഛൻ പറയും, ഞാൻ എന്തായാലും തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. പർ ആഖിർ വ ഭി തങ്ക് ആകെ. അതായത് അവസാനം പിതാജിക്കും ക്ഷീണിച്ചു. ഇതിനെ ഓടിച്ച് മതിയായി. ആഖിർ ജബ് उनकी सहनशीलता चुक गई तो वह कहने लगे कि वह गुरैया का घोंसला नोच कर निकाल देंगे. അപ്പോൾ സഹനശീലതയൊക്കെ പോയപ്പോൾ, ഇനി സഹിക്കാൻ പറ്റില്ല എന്നായപ്പോൾ പിതാജി, അച്ഛൻ പറഞ്ഞു, ആ ഘോസ്ല അല്ലെങ്കിൽ ആ കൂട്, ആ പക്ഷികളുടെ, ആ കുരുവികളുടെ കൂട് ഞാൻ വലിച്ചു പറിച്ച് കളയാൻ പോവുകയാണ്. ഓർ വ ഫോറൻ ഹി ബാഹർ സെ ഏക് സ്റ്റൂൾ ഉഠാലായെ. പെട്ടെന്ന് തന്നെ പുറത്തു പോയി ഒരു സ്റ്റൂൾ കൊണ്ടുവന്നു. ഘോസ്ല തോടന കഠിൻ കാം നഹി ഥ. ആ പക്ഷികളുടെ കൂട് പൊട്ടിച്ചു കളയുക എന്നുള്ളത് അത്ര അധികം വിഷമമുള്ള കാര്യമായിരുന്നില്ല. ഉനോനെ പങ്കേക്ക് നീച്ചെ ഫർഷ് പർ സ്റ്റൂൾ രഖ. ഫാനിൻ്റെ താഴെ നിലത്ത് സ്റ്റൂൾ വെച്ചു. ഓർ ലാഠി ലേക്കർ സ്റ്റൂൾ പർ ചടുകെ. ഒരു വടിയെടുത്ത് സ്റ്റൂളിൻ്റെ മുകളിൽ കയറി. കിസി കോ സച്മുച്ച് ബാഹർ നിക്കാൽനാ ഹോ तो उसका घर तोड़ देना चाहिए. उन्होंने गुस्से से कहा. അദ്ദേഹം അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കിസിക്കോ സച്മുച്ച് ബാഹർ നിക്കാൽനെ. ശരിക്കും ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ तो उसका घर तोड़ देना चाहिए. അവൻ്റെ വീട് നശിപ്പിക്കണം, എന്നാലേ പുറത്താവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കുരുവികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ കുരുവികളുടെ കൂട് നശിപ്പിക്കാൻ പോവാണ്. घोंसले में से अनेक तिनके बाहर की ओर लटक रहे थे. ആ കൂടിൽ നിന്നും കുറേ തിൻകെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വള്ളികൾ അല്ലെങ്കിൽ ചെറിയ കമ്പുകളെല്ലാം പുറത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു.
ഗൊരയ്യ ने सजावट के लिए मानो झालर ടാങ്ക് രഖി ഹോ. അതായത് തോരണം തൂക്കിയിട്ട പോലെ ഈ പക്ഷിക്കൂടിൻ്റെ സൈഡിൽ നിന്നെല്ലാം കുറേ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിതാജിനെ ലാഠി കാ സിര സൂഖി ഘാസ് കെ തിൻകോ പർ ജമായ ഓർ ദായി ഓർ കോ ഖീച്ച. അപ്പോൾ ആ കൊമ്പെടുത്ത് കൂടിൻ്റെ സൈഡിലുള്ള ആ വള്ളികൾ അല്ലെങ്കിൽ ആ കമ്പിലെല്ലാം കുത്തിയിട്ട് സൈഡിലോട്ട് തള്ളി. ദോ തിൻകെ ഘോസലെ മേസെ അലഗ് ഹോ ഗയെ. രണ്ട് വള്ളികൾ അല്ലെങ്കിൽ രണ്ട് പാർട്സ് അതിൻ്റെ സെപ്പറേറ്റായി. ഓർ ഫർഫറാത്തെ ഹുए നീച്ചെ ഉത്തരനെ ലगे. അപ്പോൾ എന്നിട്ടത് താഴെ വീണു. ചലോ ദോ തിൻകെ തോ നിക്കൽ ഗയെ. രണ്ട് പാട്ട് അല്ലെങ്കിൽ രണ്ട് കമ്പുകൾ അതിൻ്റെ താഴെ വീണല്ലോ. മാ ഹസ്കർ ബോലി. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അബ് ബാക്കി 2000 ബി നിക്കൽ ജായെങ്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ള 2000-ഓളം ഇങ്ങനെയുള്ള കമ്പുകൾ അല്ലെങ്കിൽ വള്ളികൾ അതും വീണോളും, അതും താഴെ ചാടിക്കോളും. തബി മേനെ ബാഹർ ആംഗൻ കി ഓർ ദേഖ. ഞാൻ പുറത്ത് മുറ്റത്തോട്ട് നോക്കി. ഓർ മുച്ചെ ദോനോ ഗുറയ്യ നജറായി. രണ്ട് കുരുവികൾ അവിടെ പുറത്ത് മുറ്റത്തുണ്ട്. ദോനോ ചുപ് ചാപ് ദീവാർ പർ बैठी थी. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ചുമരിലിരിക്കുകയാണ്. ഇസ് ബീച്ച് ദോനോ കുച്ച് ദുബലാ ഗയി ഥി. ക്ഷീണിച്ചിട്ടുണ്ട് രണ്ടുപേരും. കുച്ച് കാലി പടുകയെ ഥി. കറുത്തു പോയിരിക്കുന്നു രണ്ട് കുരുവികളും. അബു വേ ചെഹർ ബി നഹി രഹി ഥി. ഒന്നും മിണ്ടുന്നുമില്ല. अब पिताजी लाठी का सिरा घास के तिनकों पर तिनकों के ऊपर रखकर वहीं रखे रखे घुमाने लगे. അപ്പോൾ അച്ഛനെന്താ ചെയ്യുന്നത്? ആ കൂടിലെ വള്ളികൾ അല്ലെങ്കിൽ പുല്ലിൻ്റെ അതിൽ വെച്ചിട്ട് ഈ വടി ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ തിരിക്കുമ്പോൾ ആ വടിയിൽ ആ വള്ളികളെല്ലാം ചുറ്റിപ്പിടിക്കും, ആ പുല്ലെല്ലാം ചുറ്റിപ്പിടിക്കും. ആ കൂടുണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിങ്ങനെ ചുറ്റിപ്പിടിക്കും. ഇസ്സേ ഗോസ്ലേക്ക് ലംബേ ലംബേ തിൻകെ അല്ലെ ആ നീളമുള്ള വള്ളികൾ ലാഠിക്ക് സിരയ്ക്ക് സാത്ത് ലിപ്പട്ടിനെ ലगे. ആ കമ്പിൻ്റെ അറ്റത്ത് അങ്ങനെ ചുറ്റാൻ തുടങ്ങി. വേ ലിപ്പട്ടത്തേക്ക് അങ്ങനെ ചുറ്റി ലിപ്പട്ടത്തേക്ക് ചുറ്റി ഓർ ഗോസ്ല ലാഠിക്ക് ഇർദ് ഗിർദ് ഖീസ്ത ചല ആനയിലക. അതായത് ആ കമ്പിൻ്റെ കൂടെ ആ ഗോസ്ലയും ആ കൂടും കൂടെ വരാൻ തുടങ്ങി. ഫിർ വ ഖീച്ച് കർ ലാഠിക്ക് സിരയ്ക്ക് ഇർദ് ഗിർദ് ലിപ്റ്റ ജാനയിലക. അങ്ങനെ വലിച്ച് ആ കമ്പിൻ്റെ തലപ്പത്ത് ചുറ്റി. അത് सूखा घास और रुई के फाहे और धागे और ധികലിയ ലാഠി കെ സിരെ പർ ലിപ്പട്ടിനെ ലगे. അതെല്ലാം ആ കമ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. തബി സേസ പെട്ടെന്ന് തന്നെ ജോർസെ ആവാജായി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ടു. ചീച്ചി എന്ന് സൗണ്ട് കേട്ടു. പിതാജിക്ക് ഹാത്ത് ടിറ്റഗെ യേക്യ. അപ്പോൾ പിതാജി എന്താണ് കയ്യിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി. യേക്യ. അപ്പോൾ ഇതെന്താ അത്? ക്യാ ഗുരയ്യ ലോട്ടായി ഹെ. ആ കുരുവികൾ വീണ്ടും കൂട്ടിലോട്ട് തിരിച്ചു വന്നോ? മേനെ ഈട്ട്സെ ഝട്സെ ബാഹർ കി ഓർ ദേഖ. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് നോക്കി. ഝട്സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ദോനോ ഗുരയ്യ ബാഹർ ദീവാർ പർ ഗുംസും ബൈഠി ഥി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് കുരുവികളും പുറത്ത് മിണ്ടാതെ വിഷമത്തോടെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ കൂടിനുള്ളിൽ എന്താണ്? അപ്പോൾ ചീച്ചി പിന്നെയും സൗണ്ട് വന്നു. ഫിർ ആവാജായി. വീണ്ടും സൗണ്ട് വന്നു. മേനെ ഊപ്പർ ദേഖ. ഞാൻ മുകളിലോട്ട് നോക്കി. പങ്കേക്ക് ഗലേക്ക് ഊപ്പർ സെ നന്നി ഗുരയ്യ സിർ നിക്കാലെ നീച്ചയ്ക്ക് ഓർ ദേഖ് രഹി ഥി. അപ്പോൾ ആ ഫാനിൻ്റെ കപ്പിൻ്റെ ഉള്ളിൽ അതിൽ നിന്നും താഴത്തോട്ട് ആ ചെറിയ രണ്ട് കുരുവികൾ തലയിട്ടുകൊണ്ട് താഴത്തോട്ട് നോക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഫിർ ചീച്ചിക്കിയെ ജാരഹി ഥി. പിന്നെയും ചീച്ചി എന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ്.
अभी भी पिताजी के हाथ में लाठी थी. ഇപ്പോഴും അച്ഛൻ്റെ കയ്യിൽ ഈ വടിയുണ്ട്. पर और उस पर लिपटा घोंसला का बहुत सा हिस्सा था. ആ വടിയിൽ ചുറ്റിയിരിക്കുന്ന ആ കൂടിൻ്റെ വലിയൊരു പാർട്ടും ഉണ്ട് അതിൽ തന്നെ. നന്നി നന്നി ദോ ഗുരയ്യ, അങ്ങനെ ചെറിയ ചെറിയ രണ്ട് കുരുവികൾ. വേ അഭിബി ചാക്കെ ജാരഹി. അവർ ഇപ്പോഴും എത്തി നോക്കുകയാണ്. ഓർ ചീച്ചി കർനെ കർക്കെ മാനോ അപ്ന പരിചയ ദേ രഹി തി. ചീച്ചി എന്ന് പറഞ്ഞ് സ്വന്തം ഇൻട്രൊഡക്ഷൻ തരുന്നത് പോലെയാണ് തോന്നിയത്. ഹം ആ ഗയി ഹെ, അവരെന്താ പറയുന്നത്? ഞങ്ങൾ വന്നിരിക്കുന്നു. ഹമാരെ മാ ബാപ് കാ ഹെ, ഞങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് ചോദിക്കുകയായിരിക്കും ഈ ചെറിയ കുരുവിക്കുട്ടികൾ. മേ അവാഖ് ഉൻകി ഓർ ദേഖ്താര, ഞാൻ ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി, ആ ചെറിയ കുരുവിക്കുട്ടികളെ. ഫിർ മേനെ ദേഖ, ഞാൻ പിന്നെ നോക്കി. പിതാജി സ്റ്റൂൾ പർ സെ നീച്ചെ ഉത്തർ ആയ ഹെ, അച്ഛൻ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിരിക്കുന്നു. ഓർ ഘോസ്ലേക്ക് തിൻകോ മേ സെ लाठी निकाल कर उन्होंने लाठी को एक और रख दिया है. അപ്പോൾ ആ കമ്പിൻ്റെ അറ്റത്ത് അവരുടെ കൂടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ആ കമ്പെല്ലാം ആ കോല് മാറ്റി ഒരു സൈഡിൽ വെച്ചു. ഓർ ചുപ്ചാപ്പ് കുർസി പർ ആക്കർ ബൈഠ് കെ, മിണ്ടാതെ ചെയറിൽ വന്ന് ഇരുന്നു അച്ഛൻ. ഇസ് ബീച്ച് മാ കുർസി പർ സെ ഉഠി, അമ്മ ചെയറിൽ നിന്ന് എണീറ്റു. ഓർ സഭി ദർവാജെ ഖോൽ ദിയെ, എല്ലാ ഇതും വാതിലുകളും തുറന്നു. നന്നി ചിടിയ അഭി ഭി ഹാഫ് ഹാഫ് കർ ചില്ലായ ജാ രഹി തി. അവർ വാ തുറന്ന് ഇങ്ങനെ ആ ചെറിയ കുരുവിക്കുട്ടികൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഓർ അപ്നെ മാ ബാപ് കോ ബുലാ രഹി തി, അവർ ആ കുട്ടികൾ അവരുടെ അമ്മയെയും അച്ഛനെയും വിളിക്കുകയായിരുന്നു. ഉൻകെ മാ ബാപ് ഝട്ട് സെ ഉടുക്കർ അന്തരാകെ, അവരുടെ അമ്മയും അച്ഛനായ ആ രണ്ട് കുരുവികൾ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് വന്നു. ചീച്ചി കർത്തെ ഉൻസെ ജാബിലെ, അങ്ങ് ചീച്ചി എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ കുട്ടികളെ അവർ കണ്ടു. ഓർ ഉൻകി നന്നി നന്നി ചോജോ മേ ചുഗ്ഗ ഡാൽനെ ലഗെ, അപ്പോൾ ഭക്ഷണം അവരുടെ ചെറിയ വായിലോട്ട് ഭക്ഷണം വെച്ചു കൊടുത്തു. മാ പിതാജി ഓർ മേ ഉൻകി ഓർ ദേഖ്തെ രഹേ, അമ്മയും അച്ഛനും ഞാനും അവർ ചെയ്യുന്നതെല്ലാം നോക്കി ഇരുന്നു പോയി. കമരെ മേ ഫിർ സെ ഷോർ ഹോനെ ലഗ, വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഷോർ ഹോനെ ലഗ. ഷോർ എന്ന് പറഞ്ഞാൽ സൗണ്ട്, ബഹളം. पर अब की बार पिताजी उनकी ओर देखकर केवल मुस्कुराते रहे. പക്ഷേ ഇപ്രാവശ്യം അച്ഛൻ അവരെ നോക്കിക്കൊണ്ട് ചിരിക്കുക മാത്രം, അല്ലെങ്കിൽ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ദോ ഗുരയ്യ എന്ന കഥ. ഭീഷ്മ സാഹ്നി എന്ന ലേഖകൻ എഴുതിയ കഥയാണ് നമ്മൾ ഇതിൽ ഈ ദോ ഗുരയ്യ എന്ന പാഠത്തിൽ പഠിച്ചത്. ഇതിൻ്റെ കുറച്ച് അർത്ഥങ്ങളുണ്ട്. സരായ് എന്ന് പറഞ്ഞാൽ യാത്രിയോ കെ ലിയെ കുച്ച് സമയ റുക്നെ കി ജഗ, മുസാഫിർ ഖാന എന്ന് പറയാം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് താമസിക്കാനായി കുറച്ച് സമയം താമസിക്കാനായിട്ടുള്ള സത്രം അല്ലെങ്കിൽ വിശ്രമസ്ഥലം, അതിനെയാണ് സരായ് എന്ന് പറയുന്നത്. ഡേര രഹനെ കി ജഗ, താമസിക്കാനുള്ള സ്ഥലത്തെയാണ് പറയുന്നത് ഡേര എന്ന്. ഷോർ എന്ന് പറഞ്ഞാൽ ഹല്ല അല്ലെങ്കിൽ കോലാഹൽ. ഹല്ല എന്ന് പറഞ്ഞാൽ സൗണ്ട്, ശബ്ദം. ധമ ചോക്കടി, അതായത് ഉछलकूद എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. അങ്കീഠി എന്ന് പറഞ്ഞാൽ ആഗ്രഗ്നിക ബർത്തൻ. അങ്കീഠി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മരത്തിൻ്റെ കരിയൊക്കെ കത്തിക്കാനുള്ള ആ അടുപ്പിനെയാണ് പറയുന്നത് അങ്കീഠി എന്ന് പറയുന്നത്. കസരത്ത് എന്ന് പറഞ്ഞാൽ വ്യായാമം, എക്സസൈസ്. ഛാവനി എന്ന് പറഞ്ഞാൽ ജഹാ സേന യാ പോലീസ് രഹത്തി ഹോ, അതായത് സേനയോ പോലീസൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഛാവനി, കൺട്രോൺമെൻറ്റ് എന്ന് പറയും. റോഷൻദാൻ എന്ന് പറഞ്ഞാൽ റോഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം വരാൻ വേണ്ടിയിട്ട്, വീട്ടിനുള്ളിൽ വെളിച്ചം വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഓപ്പണിങ്സ് അല്ലെങ്കിൽ കിടുക്കി, ചെറിയ ജനലുകളെയാണ് റോഷൻദാൻ എന്ന് പറയുന്നത്. ബിഛാവൻ എന്ന് പറഞ്ഞാൽ ബിസ്തർ അല്ലെങ്കിൽ ബെഡ്.
ഉപൽപഠന എന്ന് പറഞ്ഞാൽ ഗുസ്സാന, ഗുസ്സാന എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ഹുക്കും എന്ന് പറഞ്ഞാൽ ഓർഡർ അല്ലെങ്കിൽ ആദേശ്. അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഇർദിഗിർദ് ചുറ്റും, ആസ്പാസ് ചുറ്റും അല്ലെങ്കിൽ അടുത്ത്. थिगलिया छेद बंद करने के लिए ठोका गया कपड़े का टुकड़ा. അതായത് തിഗലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് തള്ളി കയറ്റി വയ്ക്കുന്ന ഈ വസ്ത്രത്തെ അല്ലെങ്കിൽ കപ്പട അതിനെയാണ് പറയുന്നത് തിഗലിയ. പിന്നെ നിരീക്ഷൻ എന്ന് പറഞ്ഞാൽ ജാഞ്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ടഫ് വേർഡ്സിൻ്റെ അർത്ഥങ്ങളും. അപ്പോൾ അവിടെ അവസാനിക്കുകയാണ് ഈ രണ്ടാമത്തെ ലെസൺ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.